ഹലോ മക്കളെ, നിങ്ങളെല്ലാവരും ഈ തമിഴ്നാട്ടിൽ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലേ? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ജൂൺ മാസം ഈ പറയുന്ന നിങ്ങൾ റിസർവ് ബാങ്കിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ മാക്രോ എക്കണോമിക്സിൽ മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ട്. അതിൽ നിങ്ങൾ റിസർവ് ബാങ്കിനെ കുറിച്ച് പഠിച്ച സമയത്ത് കേട്ടിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ പഠിച്ച ഒരാളായിരിക്കും റിസർവ് ബാങ്കിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് അല്ലേ? അതാരാണ്? ഇപ്പോൾ നിലവിൽ സഞ്ജയ് മൽഹോത്രയാണ്. അപ്പോൾ ഈ സഞ്ജയ് മൽഹോത്രയാണ് നിങ്ങൾക്കറിയാം റിസർവ് ബാങ്കിൻ്റെ ഗവർണർ. അപ്പോൾ ഈ റിസർവ് ബാങ്കിൻ്റെ ഇടയ്ക്ക് മീറ്റിംഗ് ഒക്കെ കൂടും. ആ മീറ്റിംഗ് നമ്മൾ പറഞ്ഞവരാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ്. നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ MPCയുടെ മീറ്റിംഗ്, നമ്മളൊരു MPC പഠിച്ചിട്ടുണ്ട്, അതല്ല. അപ്പോൾ ഈ MPCയുടെ മീറ്റിംഗ് ഒക്കെ കഴിയും. അപ്പോൾ അങ്ങനെ ഈ ബൈനിയൽ എന്നാണ് പറയാറുള്ളത്. അതായത് നമ്മൾ ഓരോ 2 മാസം കൂടുമ്പോഴേക്കാണ് ഇത് വരാറുള്ളത്. ബൈമന്തിലാണ് വരാറുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നോർമലി കുറച്ച് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ടൈംസ് ദ എക്കണോമിക് ടൈംസിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. RBI ടു കട്ട് CRR ബൈ 100 BPS ഇൻ 4 ട്രാൻജസ് എന്ന് പറഞ്ഞല്ലേ. സംഗതി വേറൊന്നുമില്ല. അതായത് നമ്മുടെ RBI എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ CRR റേറ്റിനെ കുറിച്ച് അവിടെ പറഞ്ഞു. നിങ്ങളെല്ലാവരും കുറച്ച് റേറ്റ്സുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. അത് എവിടെ അറിയോ? നമ്മുടെ മാക്രോ എക്കണോമിക്സ് തന്നെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നിങ്ങളുടെ മണി ആൻഡ് ബാങ്കിങ്ങിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന CRR, SLR അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഈ CRRും SLRും എന്താ വെച്ചാൽ വെറുതെ കുറേ വായിച്ചു ഒരു കാര്യമല്ല, അത് മനസ്സിലാവാറുള്ള പൊതുവെ. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന സംഗതി കേട്ടത് വേറെ ഒന്നുമല്ല. അതിൻ്റെ പേര് ഒന്നാമത്തേതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. CRR എന്താ, അതുപോലെ SLR എന്താന്ന് ചോദിക്കും. നമ്മുടെ RBIയുടെ മോണിറ്ററി പോളിസി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. RBIയുടെ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? RBIയുടെ ധനനയം അല്ലേ, അല്ലെങ്കിൽ പണനയം എന്നൊക്കെ പറയാറുണ്ട്. ഒന്നുകിൽ പണനയം, പണനയം എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ധനനയം എന്ന് പറയാം. ധനനയം എന്ന് പറയാൻ പറ്റില്ല. ധനനയം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പോളിസി ഉണ്ടോ. അപ്പോൾ RBIയുടെ പണനയം എന്നറിയപ്പെടുന്ന മോണിറ്ററി പോളിസി, ഇതിൻ്റെ ഭാഗമായിട്ട് 2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതെന്തൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിനാദ്യം വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം കൊണ്ട് RBI ചെയ്യുന്ന കുറച്ച് പരിപാടി ഞാൻ പറഞ്ഞുതരാം ടീച്ചറായിട്ട്. രണ്ടാമതായിട്ട് വരുന്നത് ക്വാളിറ്റേറ്റീവ്, ഉപദേശിക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതായത് ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ RBI ഈ ക്വാണ്ടിറ്റേറ്റീവ് ഈ പറഞ്ഞ കുറച്ച് നിരക്കുകളാണ്, റേറ്റുകൾ വെച്ചിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ 2 ആൾക്കാരാണ് ഈ പറഞ്ഞ CRRും SLRും. CRR ഇതിൽ വരുന്നതാണ്, SLR ഇതിൽ വരുന്നതാണ്, ദെൻ റിപ്പോ റേറ്റ് ഇതിൽ വരുന്നതാണ്, ദെൻ റിവേഴ്സ് റിപ്പോ റേറ്റ് ഇതിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബാങ്ക് റേറ്റ് ഇതിൽ വരുന്നതാണ്. പിന്നെയും MSF എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ ഏകദേശം ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്കും പഠിക്കാനുണ്ടാവും. അതിൽ നമ്മൾ 2 ആൾക്കാരെ ഇന്ന് പഠിക്കാൻ പോകണേ, വേറെ ആരുമല്ല. അത് ഒന്നാമത്തെ ആളാണ് CRRും മറ്റൊന്ന് SLR. സംഗതി എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്ലൈഡ് കൂടി ആഡ് ചെയ്യട്ടെ. അതിന് മുൻപായിട്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്, വേറെ ഒന്നുമല്ല. അതായത് ഈ പറഞ്ഞ CRRും SLRും തുടങ്ങി ഇങ്ങനെ ഒരുപാട് കണ്ടന്റുകളെ കുറിച്ച് വീഡിയോ യൂട്യൂബിൽ പറഞ്ഞതിന് കുറച്ച് പരിമിതികളുണ്ട്. കാരണം എന്താ, കുറച്ച് സമയത്തിനുള്ളിൽ കുറച്ച് സമയം കൊണ്ട് വേണ്ടത് പറയാൻ. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ള വേറെ ഒന്നുമല്ല, നിങ്ങളുടെ എക്സാം ആബ്സല്യൂട്ട്ലി നിങ്ങൾക്കറിയാം. ഈ പറഞ്ഞ ക്രിസ്മസ് എക്സാം വരാൻ പോവാണ്. അപ്പോൾ ആ ക്രിസ്മസ് എക്സാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം ഫോക്കസ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള മൈക്രോയും മാക്രോയും എല്ലാം ചേർത്ത് വരുന്ന എക്സാമാണ്. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാം എന്തായിട്ട് കാണാം, നിങ്ങളുടെ ഫൈനൽ എക്സാമിന് മുമ്പുള്ള മോഡൽ എക്സാമിന് മുൻപുള്ള ഒരു മോക്ക് ടെസ്റ്റ് പോലെയായിട്ട് നിങ്ങൾ കാണാം. അതിൽ നിങ്ങൾക്ക് വരുന്ന തെറ്റുകളും കുറ്റങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അതിനുള്ളൊരു അവസരമായിട്ട് ഈ അവസാന നിമിഷം എന്ത് ചെയ്യുക, ഈ ക്രിസ്മസ് എക്സാം ഉപയോഗിക്കുക. അല്ലാതെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചത്തിരുന്ന് പഠിക്കാമെന്ന് പറയല്ലേ. അതായത് നിങ്ങൾ അതിന് വേണ്ടി മരണപ്പെട്ട് പഠിക്കൊന്നും വേണ്ട. അത്രയും ഭയങ്കര എഫേർട്ട് എടുത്ത് ഓവർ സ്ട്രോങ് ആയിട്ടോ അല്ലെങ്കിൽ ഓവർ സ്ട്രെയിനൊക്കെ എടുത്തിട്ട് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക, പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക. അതിനാദ്യം വേണ്ട കാര്യങ്ങൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടോ എന്ന് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടുകൾ ഉണ്ടോ നോക്കുക. മൈക്രോ ബിറ്റുകളും ആൻഡ് ലൈവിൻ്റെ ലിങ്കുകളും, ഈ 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. കൃത്യമായിട്ട് ഓരോ ദിവസം ഇത്ര ടോപ്പിക് വെച്ച് കവർ ചെയ്യുന്നുണ്ടോയെന്ന്, ക്രിസ്മസ് എക്സാമിന് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോയെന്നും ചെക്ക് ചെയ്യുക. അതിനൊരു ഡെയിലി സ്റ്റഡി പ്ലാൻ വേണം. അതുപോലെ ഇത് പഠിക്കുന്ന സമയത്ത് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടും ടോപ്പിക് ഏതാ അറിഞ്ഞിട്ടും കാര്യമില്ല. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി വരുന്നതിനെക്കുറിച്ച് മാത്രമുള്ള നോട്ട്സുകൾ വേണം. പിന്നെ അതേപോലെ തന്നെ മൈക്രോ ബിറ്റും എല്ലാം കഴിഞ്ഞ് പരീക്ഷയുടെ അന്ന് രാവിലെ നമുക്കൊരു റിവിഷൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമുക്കൊരു ഷോർട്ട് നോട്ട് പോലെ വേണം അല്ലേ. അതാണ് ഈ മൈക്രോ ബിറ്റ് എന്ന് പറഞ്ഞ സംഗതി. ആൻഡ് ലാസ്റ്റ് വൺ, ഈ പറഞ്ഞതിനൊക്കെ സംബന്ധിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന, അതുപോലെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന, ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് ലൈവുകൾ എന്ത് ചെയ്യും, യൂട്യൂബിൽ മാരത്തണായിട്ടൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതിന് ലൈവിൻ്റെ ലിങ്കുകൾ, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കിട്ടും.
ഈ പറഞ്ഞ 4 എണ്ണവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും എഡ്യൂബോർഡിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ +2 സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ആ സ്റ്റഡി ഗ്രൂപ്പിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. കാരണം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇത് ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംഗതിയാണ്. നിങ്ങൾ 1 രൂപ പോലും പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. 1 രൂപ പോലും പേയ്മെൻറ്റ് ചെയ്യേണ്ടില്ല. പഠിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ പഠിക്കാൻ നിങ്ങൾ വില്ലിങ് ആണ്, ആ ഒരു മൈൻഡ് സെറ്റ് മാത്രം മതി. അല്ല നിങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും വേണമെന്നില്ല. നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. പറഞ്ഞത് വേറെ ഒന്നുമില്ല, ക്രിസ്മസ് എക്സാമിൻ്റെ കമ്മ്യൂണിറ്റിൻ്റെ +2 അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ പഠിക്കാനുള്ള എല്ലാ കണ്ടന്റും അവിടെ കിട്ടും. എന്നിട്ട് എൻ്റെ മക്കൾ പഠിച്ചോ, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ CRR SLRനെ കുറിച്ച് പറയാം. ഈ CRR എന്ന് പറഞ്ഞ സംഗതിയുടെ പ്രത്യേകത എന്തോ, CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ. എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്നാണ് പറഞ്ഞത്. ആ പേരിൽ തന്നെ വേണം നമുക്ക് ഈ പറഞ്ഞ ആൾക്കാരെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനോ നിങ്ങളോ നമ്മൾ 2 പേരിൽ ആരെങ്കിലും ഒരാൾ കേട്ടോ, ഒന്നുകിൽ നിങ്ങളാവാം, ഈ പറയുന്ന കഥാപാത്രം നിങ്ങൾക്ക് വേണമെങ്കിലാവാം, തൽക്കാലം ഞാൻ തന്നെ ആവുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ബാങ്കിൽ കൊണ്ടിട്ട് എൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എക്സാമ്പിൾ ആർക്കും വേണമെങ്കിൽ പറയാമല്ലോ അല്ലേ. എൻ്റെ കയ്യിൽ 1 lakh rupees ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എൻ്റെ കൈവശം 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 1 ലക്ഷം രൂപ എനിക്ക് ഇങ്ങനെ ഒരു തോന്നലാണ്, ഞാനിപ്പോൾ വെറുതെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല, എന്തായാലും കുറച്ച് സേവിങ്സ് കയ്യിലുണ്ടാവല്ലോ, അപ്പോൾ സേവിങ്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 1 ലക്ഷം രൂപ ഞാൻ നേരെ കൊണ്ടുപോയിട്ട് ഒരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, ഒരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ ഈ പൈസ കൊണ്ടുപോയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കിന് ഭയങ്കര സന്തോഷമാണ്. എന്താ കാരണം, ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ശരിക്കും പ്രവർത്തിക്കാനുള്ളൊരു ഇൻകം കിട്ടുകയാണ് അല്ലേ. ബാങ്കിന് അവിടെ പ്രവർത്തിക്കാനുള്ളൊരു ഇൻകം കിട്ടുകയാണ്. ബാങ്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും, അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ബാങ്ക് എല്ലാവരും അവരെന്നെ ഭയങ്കര സ്വീകരിച്ചൊക്കെ നിർത്തിയിട്ട് ഈ 1 ലക്ഷം രൂപ അവർ സ്വീകരിക്കും അല്ലേ. എന്നിട്ട് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചിട്ട് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് അഥവാ നിക്ഷേപങ്ങൾ സ്വീകരിക്കും. ഇങ്ങനെ കിട്ടിയ ബാങ്ക് എന്ത് ചെയ്യും, ഈ പൈസ പിന്നെ ലോണായിട്ട് കൊടുക്കും അല്ലേ. ബാങ്ക് ഇങ്ങനെ കിട്ടിയ പൈസ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ലോണായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്തതിന് അവർ ഇത്ര % ഇൻട്രസ്റ്റ് തരും, അതേപോലെ ലോണിൻ്റെ മുകളിൽ അവർ ഇത്ര % ഇൻട്രസ്റ്റ് വാങ്ങുകയും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത ഈ 1 ലക്ഷം രൂപ കംപ്ലീറ്റ് ആയിട്ട് അവർ ഈ പറഞ്ഞിരിക്കുന്ന ലോണായിട്ട് കൊടുക്കും? ഇല്ല. എന്താ കാരണം, അവിടെയാണ് നമ്മൾ ഈ CRR എന്ന് പറഞ്ഞ റേറ്റ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ എത്രയൊക്കെ ഡെപ്പോസിറ്റ് ബാങ്കിൽ വന്നാലും, അത് നമ്മൾ നെറ്റ് ടൈം ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയാറുണ്ട്. എത്രയൊക്കെ ഡെപ്പോസിറ്റ് ബാങ്കിൽ വന്നാലും ആ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ഭാഗം മാറ്റി വെക്കണം. ആ മാറ്റി വെക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, CRR എന്ന് ചേർക്കുന്നത്. അതായത് 1 ലക്ഷം രൂപ ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ CRR ആയിട്ട് ഇപ്പോൾ നിലവിലിപ്പോൾ ഉള്ളത് നമുക്ക് 3%. നിലവിലെ CRR 3%. 3% സംതിങ് ആണുള്ളത്. അതായത് 3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിക്ഷേപിച്ച 1 ലക്ഷം രൂപയുടെ 3%. ഓക്കെ, അതായത് 100 രൂപയ്ക്ക് 3 രൂപ, 1000 രൂപയ്ക്ക് 30 രൂപ, 10,000 രൂപയ്ക്ക് 300 രൂപ, 1 ലക്ഷത്തിന് 3000 രൂപ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ബാങ്ക് അതിൽ നിന്നും 3000 രൂപ കുറച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ബാക്കി എമൗണ്ട് ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ഈ പറയുന്ന 97,000 രൂപ മാത്രമേ അവർക്ക് ലോൺ കൊടുക്കാൻ CRR കഴിച്ചിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു നിക്ഷേപം ബാങ്കിൽ നടത്തി കഴിഞ്ഞാൽ ബാങ്ക് അത് വെച്ചിട്ട് ലോൺ കൊടുക്കും ആളുകൾക്ക്. പക്ഷേ എന്ത് ചെയ്യണം, അവർ നിർബന്ധമായിട്ട് അതിലൊരു നിശ്ചിത ശതമാനം പൈസ മാറ്റി വെക്കണം. ഇതെവിടെ അവർ മാറ്റിക്കുക, ഇവരിത് മാറ്റി വെക്കുന്നത് വിത്ത് RBI ആണ്. ഓക്കെ, RBIയുടെ അടുത്ത് പോയിട്ടാണ് ഇത് മാറ്റി വെക്കുന്നത്. അല്ലാതെ സ്വന്തം ബാങ്കിലല്ല ഈ ക്യാഷ് അവിടെ വെക്കുക. അവരെന്ത് ചെയ്യും, ഈ ബാങ്ക് ഈ പറഞ്ഞിരിക്കുന്ന CRRനനുസരിച്ചുള്ള തുക കൊണ്ടിട്ട് RBIയിൽ വെക്കും. ഇപ്പോൾ ഒരു ബാങ്കിന് മൊത്തം കിട്ടിയത് ഒരു 10 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ, അല്ലെങ്കിൽ 10 കോടി ഡെപ്പോസിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അതിൻ്റെ 3% എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരും, അതിൽ ഏകദേശം 3% എന്ന് പറയുമ്പോൾ 30 ലക്ഷം സംതിങ് രൂപ വരും. അത്രയും രൂപ എന്തിനും ഈ പറഞ്ഞ RBIയിൽ കൊണ്ടുപോയേക്കണം. അപ്പോൾ ഇങ്ങനെ ക്യാഷ് റിസർവ് ആയിട്ട് എവിടെ കൊണ്ടുപോയിക്കണേ, RBIയിൽ കൊണ്ടുവെക്കുന്നതിന് പറഞ്ഞവരാണ് CRR എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് CRR എന്താണെന്ന് നോക്കാം. ജസ്റ്റ് നോക്കിക്കോളും. CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഡെപ്പോസിറ്റ് വിച്ച് ആൻ കൊമേഴ്ഷ്യൽ ബാങ്ക് ഹാസ് കീപ് ആസ് റിസർവ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് വിത്ത് RBI. ഓക്കെ, അപ്പോൾ RBIയുടെ അടുത്ത് ക്യാഷായിട്ട് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും കൊണ്ടുപോയി വെക്കേണ്ട ഒരു റിസർവ് എമൗണ്ട് എന്നാണ് പറഞ്ഞല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതന്നെ അവർക്ക് മൊത്തം കിട്ടുന്ന ഡെപ്പോസിറ്റ് ഉണ്ടാവും, അഥവാ ഡെപ്പോസിറ്റായിട്ട് അവർ കിട്ടുന്ന ക്യാഷ് ഉണ്ടാവും. അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം തുക എന്ത് ചെയ്യണം, അവർ ക്യാഷായിട്ട് റിസർവ് ബാങ്കിൻ്റെ അടുത്ത് റിസർവായിട്ട് കൊണ്ടുപോയിക്കണം. റിസർവ് പറഞ്ഞാൽ ഒരു കരുതൽ ശേഖരമായിട്ട്. എന്താ പറയുക, ബാങ്ക് ഇനി അഥവാ തകർന്നു പോകണമെന്ന് വിചാരിക്കാം, ബാങ്കിന് കുറച്ച് നഷ്ടം കുറക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ ക്യാഷ് ഉപയോഗപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ദ ബാങ്ക്സ് ആർ നോട്ട് അലൗഡ് ടു യൂസ് ദാറ്റ് മണി. ഈ പണം എന്ത് ചെയ്യാൻ പറ്റില്ല, ബാങ്കിനടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇത് റിസർവ് ബാങ്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചതാണ്. കാരണം ഈ പറഞ്ഞ അവരുടെ എക്കണോമിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ പർപ്പസസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് തകർന്നു പോയാലും അവർക്ക് നഷ്ടം കുറക്കണം, പിടിച്ചു നിൽക്കാൻ കഴിയണം. അതാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്ന കാര്യം. അപ്പോൾ CRRൻ്റെ കാര്യം ജസ്റ്റ് നോക്കുക. ഇനി പരീക്ഷ വയ്ക്കും CRR കൂട്ടുകയാണോ വേണ്ട കുറയ്ക്കണോ വേണ്ട ചോദിക്കാറുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് ക്ലാസ് വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ CRR എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ വരുന്ന മറ്റൊരാളാണ്
SLR എന്ന് പറയും. SLR എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഉണ്ടായിരുന്ന ക്യാമറയ്ക്ക് പറഞ്ഞു തരാണ് SLR എന്ന് പറയും. അപ്പോൾ ആ SLR ആയിട്ട് ഇതിന് യാതൊരു വിധ ബന്ധമല്ല. ഇവിടെ പറയുന്ന SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നാണ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൈവശം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊണ്ടുപോയ പണം ഉണ്ടല്ലോ, ഈ പണം എന്ത് ചെയ്യും? റിസർവ് ബാങ്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുന്നതാണ് CRR എന്ന് പറയുന്നത്. എന്നാൽ ബാങ്ക് സ്വന്തം കൈവശം ദിനം ഈ പണത്തിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കണം. അതായത് നിലവിലെ നമ്മുടെ SLR റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ അത് 18%. ഓക്കെ, 18% നിലവിൽ SLR റേറ്റ് ഉള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, ഒരു 18% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്ത 1 ലക്ഷം രൂപയുടെ 18% എന്ന് പറയുമ്പോൾ ഏകദേശം 18,000 രൂപ അല്ലേ? ഈ 18,000 രൂപ എന്ത് ചെയ്യണം? ബാങ്ക് ആ പറയുന്ന 1 ലക്ഷത്തിൽ നിന്ന് കുറക്കണം. അപ്പം ആദ്യമേ 95,000 കുറച്ചിട്ടുണ്ട്. ഇനി ഒരു 18,000 രൂപയും കൂടി കുറച്ച് കഴിഞ്ഞാൽ എത്രയായി? ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 79,000 രൂപ അല്ലേ? ഏകദേശം 79,000 രൂപ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബാങ്കിന് ലോൺ കൊടുക്കാനായിട്ട് കിട്ടുള്ളൂ. ബാക്കി 21,000 രൂപ അവർ റിസർവായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിൽ 18% അഥവാ 18,000 രൂപ അവർ മാറ്റി വെക്കുന്നത് എന്തിനു പഠിച്ചാൽ അത് അവരെന്ത് ചെയ്യും? സ്വത്തുക്കളായിട്ടുണ്ട് അഥവാ ആസ്തികളായിട്ട് മാറ്റി വെക്കാറുണ്ട്. ഗോൾഡായിട്ടോ അല്ലെങ്കിൽ വല്ല ബോണ്ട് പേപ്പറായിട്ടോ അല്ലെങ്കിൽ വാല്യബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനമായിട്ട് ബാങ്കിൻ്റെ കൈവശം തന്നെ വെക്കും. അപ്പോൾ അതാണ് വിത്ത് ബാങ്ക്. ഓക്കെ, വിത്തിൻ ദ ബാങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ബാങ്കിൽ തന്നെ അവരെന്ത് ചെയ്യും? ഇത് റിസർവായിട്ട് വെക്കും. അത് ക്യാഷ് ആയിട്ട് വെക്കാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ വെക്കുന്ന റിസർവ് ക്യാഷ് ആയിട്ട് വെക്കാൻ പാടില്ല. എന്തെങ്കിലും ലിക്വിഡ് അസറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പണമാക്കാൻ പറ്റുന്നത് അല്ലേ? സ്വർണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് കിട്ടും. അപ്പോൾ സ്വർണ്ണം എന്താണ്? ഒരു ലിക്വിഡ് അസറ്റ് ആണ്. അങ്ങനെയുള്ള ഏതെങ്കിലും രൂപത്തിലേക്ക് മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഗതി എന്നുള്ളത്. യെസ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട്ലി കോൾഡ് SLR. ഓൾസോ ഒബ്ലിഗേറ്ററി റിസർവ്. ഒബ്ലിഗേറ്ററി റിസർവ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും വെക്കേണ്ട റിസർവുകളാണ്. നിർബന്ധമായിട്ടും വെക്കേണ്ട കരുതൽ ശേഖരമാണ്. അത് എവിടെ വെക്കണ്ടേ? ബൈ ദ ബാങ്ക്. ബാങ്ക് എവിടെ വെക്കേണ്ടത്? അത് അവരുടെ കൈവശം തന്നെയാണ് വെക്കേണ്ടത്. പ്രിസ്ക്രൈബ്ഡ് സെക്യൂരിറ്റീസ് ബേസ്ഡ് ഓൺ സർട്ടൻ പെർസെൻറ്റേജ്. കൃത്യമായിട്ടൊരു പെർസെൻറ്റേജ് പറയാറുണ്ട്. അപ്പോൾ ഈ പെർസെൻറ്റേജ് എന്ത് ചെയ്യും? ഒരു 3 മാസം കൂടുമ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എത്രയാണ് നമ്മുടെ SLR എന്ന് പറഞ്ഞത്? 18% കേട്ടോ. SLR എന്ന് പറഞ്ഞത് 18% നിലവിലിപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, അപ്ഡേറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, അതിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ബാങ്ക് അവരുടെ കൈവശം തന്നെ വെക്കേണ്ടതാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. SLR എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ടല്ല വെക്കേണ്ടത്. എന്തായിട്ടന്നെ അതൊന്നെങ്കിൽ സ്വർണ്ണത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ എന്ത് പറയുന്നുണ്ട് ഈ പറഞ്ഞ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി. സാധാരണ അത് ബോണ്ട് എന്നാണ് പറയാറുള്ളത്. ഗവൺമെൻറ് സെക്യൂരിറ്റികൾക്കാണ് ബോണ്ട് എന്ന് പറയുക. അപ്പോൾ സ്വർണ്ണമായിട്ടോ അല്ലെങ്കിൽ ബോണ്ടായിട്ടൊക്കെ എന്തെങ്കിലും ക്യാഷ് ഒക്കെ ആയിട്ട് മാറ്റി വെക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ വെച്ച കാര്യം. ഓക്കെ, അപ്പോൾ നിലവിലെ CRR റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 3% ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ SLR 18% അല്ലേ? അപ്പോൾ ഈ റേറ്റുകളൊക്കെ റിസർവ് ബാങ്ക് കൊണ്ടുവന്നാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അഥവാ 2025 ജൂണിലെ ഡാറ്റ ആയിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡാറ്റ നിങ്ങൾ പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാം. ഇനി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്, ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ നിശ്ചിത ശതമാനം പണം ക്യാഷ് ആയിട്ട് എവിടെ കൊണ്ടേക്കണം? റിസർവ് ബാങ്കിൻ്റെ അടുത്ത് കൊണ്ടേക്കണം. എവിടെ കൊണ്ടേക്കണ്ടേ? റിസർവ് ബാങ്കിൻ്റെ അടുത്ത് കൊണ്ടേക്കണം. അതാണ് CRR എന്ന് പറയുന്നത്. ഇനി SLR ആയിട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്ചിത ശതമാനം പണം. ഇവിടെ 3% CRR എങ്കിൽ SLR 18% അല്ലേ? അപ്പോൾ ഒരു 18% തുക എന്ത് ചെയ്യണം? ഒന്നുകിൽ ഗോൾഡായിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകളായിട്ടോ മറ്റെന്തെങ്കിലും സെക്യൂരിറ്റികളായിട്ട് എന്ത് ചെയ്യണം? ബാങ്കിൽ തന്നെ സൂക്ഷിക്കണം. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ SLR എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞ 2 ആൾക്കാരെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് CRR എന്ന് പറയുന്നതും 2 SLR എന്ന് പറയുന്നതും. ഇനി എനിക്ക് ചോദിക്കാനുള്ള നിങ്ങളോടാണ്, നിങ്ങൾ ഇതുവരെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിരുന്ന CRRനെ കുറിച്ചും SLRനെ കുറിച്ചും പഠിച്ചത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കൺഫ്യൂഷൻ ഈ വീഡിയോയോട് കൂടിയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ഇപ്പോൾ ക്ലിയർ ആണ്. ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാവാം, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കുന്ന ഭാഗത്ത് നിങ്ങൾ പഠിക്കുന്ന SLRും CRRനെ കുറിച്ച് കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി വീഡിയോ കണ്ട ആളാവാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അഭിപ്രായം തൊട്ട് താഴെ കമൻറ്റ് ചെയ്തോ കണ്ടോ. കാരണം നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയോ ഇല്ല എന്നുള്ള കാര്യം പറയണം. കാരണം നമ്മൾ എടുക്കുന്ന ഓരോ എഫേർട്ടുകളും നിങ്ങൾക്ക് വെർത്താണെന്ന് അറിയുന്നത് നിങ്ങളിടുന്ന കമൻറ്റ് വഴിയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ.